അസ്സലാമു അലൈക്കും. റസ്സാനത്ത് എന്ന പേരിൽ പ്രസിദ്ധമായ ഈ കിതാബ് യഥാർത്ഥ പേര് ഖസീദത്തുൽ അംസാൽ ആണ് എന്ന് പറയപ്പെടുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിരിൽ കാഹിരി റളിയല്ലാഹു അൻഹു ആണ് ഇത് രചിച്ചതെന്ന് പറയപ്പെടുന്നു. അല്ല, കായൽ പട്ടണത്ത് മറവ് ചെയ്യപ്പെട്ട ബഹുമാനപ്പെട്ട മഹ്മൂദ് ബിൻ അബ്ദുൽ ഖാദിർ അൽ കാഹിരി റളിയല്ലാഹു അൻഹു ആണ് എന്നും പറയപ്പെടുന്നു. അങ്ങനെ മഹ്മൂദ് ബിൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ആണ് എങ്കിൽ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ടവർ. പല കറാമത്തുകളും അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ കുറിച്ചുള്ള പല കിതാബുകളൊക്കെ രചിച്ച മഹാനാണ് മഹാനർ. ഈ കിതാബ് ഒരു ഗൗരവമുള്ള വിഷയവും അതിന് നല്ലൊരു ഉദാഹരണവും ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്കുള്ളത്. ഇതിൻ്റെ കമ്പ്യം പ്രാസൊക്കെ ഒപ്പിച്ചിരിക്കുന്നത് അവസാനത്തെ അക്ഷരം ഒരു വരിൻ്റെ അവസാനത്തിൽ വന്നിരിക്കുന്നത് ഏതക്ഷരമാണോ അതേ അക്ഷരം തന്നെ അടുത്ത വരിയിൽ ഒപ്പിക്കുക. അങ്ങനെയാണ് സാധാരണ അൽഫിയിലൊക്കെ ഒരു ബെയ്ത്തിൻ്റെ മധ്യവും അവസാനവും യോജിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഇതിൽ രണ്ട് ബെയ്ത്തുകൾ യോജിപ്പിച്ചു കൊണ്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ഈ കിതാബ് മുൻകാലത്ത് പള്ളി ദർസുകളിൽ വളരെയധികം ദർസ് നടത്തുന്ന കിതാബാണ്. ഇപ്പോൾ പൊതുവെ ഇതൊന്നും അങ്ങനെ ദർസ് നടത്തുന്നതായിട്ട് കുറവായിട്ടാണ് അറിയപ്പെടുന്നത്, വളരെ കുറവാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇത് നമുക്ക് ഓതാനും പഠിക്കാനും നമുക്ക് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇത് രചിച്ച മഹാനരുടെ ദർജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അവിടെയൊക്കെ തിരുനോട്ടം നമ്മളിലേക്ക് അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.